ഹായ്, നമസ്കാരം. ലോട്ടസ് ബിസിനസ്സിൻ്റെ ഇൻഷുറൻസ് ടോപ്പിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തിനാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നലെ ചെയ്ത 2 വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ പറഞ്ഞു വീഡിയോ ചിരിച്ചുകൊണ്ട് ചെയ്യണം. പക്ഷേ ഈ സബ്ജക്റ്റ് എനിക്ക് ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. കാരണം അതായത് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മളൊക്കെ മിക്കവാറും ഒരു വാഹനങ്ങൾ ഉള്ളതായിരിക്കും. വാഹനങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇൻഷുറൻസ് ഉണ്ട്. അപ്പം അതിൽ നമ്മൾ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ആ വാഹനത്തിന് കേടുപാട് പറ്റിയാൽ അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ വാഹനം തെറ്റി മറ്റൊരാൾക്ക് എന്ത് സംഭവിച്ചാലും അതിന് അങ്ങനെയാണ്. വീട്ടിലൊരു TV, ഫ്രിഡ്ജ്, വീടും എന്തിനു പറയുന്നത്, നമുക്ക് എല്ലാത്തിനും നമ്മൾ ഇൻഷുറൻസ് ചെയ്യും. പക്ഷേ നമ്മൾ സ്വന്തം ലൈഫിൽ ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ കുറവായിരിക്കും. ഇനി ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഇൻഷുറൻസ് അഡ്വൈസ് ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊന്ന് 3 ഉണ്ട് 4 ഉണ്ട് 5, പക്ഷേ 5 കൂടി കൂട്ടിയാൽ ചിലപ്പോൾ ഒരു 4 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം. പക്ഷെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്, വീടിന് ലോണുണ്ട്, അങ്ങനെ ഒത്തിരി ബാധ്യത ഉണ്ടാകും. വീട്ടിൽ മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ഒരുപാട് ഇതുണ്ട് നമുക്ക്. അപ്പോൾ ഈ ചെറിയൊരു നിർഭാഗ്യവശപ്പം നമുക്ക് മരണത്തിന് നമുക്ക് ഒരിക്കലും പിടിച്ച് വെക്കാൻ പറ്റില്ല, അത് സ്വാഭാവികമായിട്ടാണ്. അപ്പം നമ്മൾ ചിലപ്പം നമ്മുടെ വരുമാനത്തിൽ നിന്ന് പോലും ചിലപ്പോൾ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു സമയത്ത് ഒരു ഇൻഷുറൻസ് സംരക്ഷണം പോലും ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ, ഇപ്പം ഞാനില്ല, നമ്മളെപ്പോലുള്ള ഏജൻസ് ചെന്ന് കയറുമ്പോൾ എന്തോ ഒരു ആ ഒരു ചിലരുടെ ബിഹേവിയർ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഡ്വൈസസ് നമ്മുടെ ഡ്യൂട്ടിയാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കും. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയും പൂർണ്ണ വിശ്വാസമുള്ള. പിന്നെ ഇനിയിപ്പം 1-2 എക്സാമ്പിൾ പറയും. ഞാൻ കൊടുത്തിട്ടുള്ളൊരു പോളിസി 1 കോടിയുടെ ഒരു പോളിസി ആയിരുന്നു. 1 കോടിയുടെ പോളിസി നമ്മളത് ടെസ്റ്റ് ടൈം സെറ്റ് ചെയ്ത് 1.5 കോടി. ഏകദേശം അവരുടെ മാരേജ് കഴിഞ്ഞ് ചെറിയ ഒരു കുട്ടി എന്നല്ലോ. അപ്പം അത് കൂടാതെ നിങ്ങൾക്കൊക്കെ അറിയാം, ലോകത്തെ പറന്ന് പിടിച്ച ഒരു മഹാമാരി. ആ സമയത്തും നമ്മുടെ ഒരു കസ്റ്റമർക്ക് നമ്മളൊരു 40 ലക്ഷത്തിൻ്റെ ടേം ഇൻഷുറൻസ് കൊടുത്തിരുന്നു. ആ ടേം ഇൻഷുറൻസ് ഒക്കെ ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ പറയാം. അത് 40 ലക്ഷം നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ അടുത്ത് ഒരു റീസെൻ്റായിട്ട് നമ്മൾ 2 മാസം മുമ്പ് ഏകദേശം ഒരു 6-7 പോളിസികളിൽ 8 ലക്ഷത്തോളം രൂപ നമ്മൾ ഒരു ഇത് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കൂടാതെ തന്നെ അവർക്ക് ഇനിയിപ്പോൾ ഒരു 25,000 രൂപ വെച്ചിട്ട് ഓരോ വർഷം ജസ്റ്റ് ജീവൻ രക്ഷിതാണ് പൊളിച്ചത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇനി ആ ഒരു 10 വർഷത്തോളം ആ എല്ലാ വർഷവും 25,000 കിട്ടും. അതിന് കാലാവധി ശേഷം വീണ്ടും കിട്ടും. അങ്ങനെയൊക്കെ ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ട് പോലും നമുക്ക് ചിലപ്പം ചില കാര്യങ്ങളൊന്നും ചെയ്യാം. പക്ഷെ എന്നാൽ ഇത് ഇല്ലാത്തൊരു സമയത്താണെങ്കിലും എന്തായിരിക്കും അവസ്ഥ. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇപ്പം ഞാനില്ല, മറ്റൊരാൾ വന്നാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ജസ്റ്റ് എന്താണ് ഇൻഷുറൻസ് സംരക്ഷണം എന്ന് കേൾക്കാനുള്ള ഒരു അവസരമെങ്കിലും എനിക്കും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്കോ തരിക. പലപ്പോഴും ഇപ്പം നമ്മളും കവലയിലും മറ്റുള്ള സ്ഥലത്തും ഇരുന്ന് ഒരാളുടെ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന പറഞ്ഞു നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കും, നമുക്ക് അത്ര ഇൻഷുറൻസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന്. ഇപ്പം ഞാനീ പറയുന്ന അവസ്ഥ ഒന്നുമില്ല. കാരണം ചെറിയ കുട്ടികൾ പഠിക്കുന്നതും വീട് വെക്കുന്നതും വാഹനം എല്ലാം ഉണ്ടാവും. നിർഭാഗ്യവശാൽ ഒരു ഇത് വരുമ്പോൾ സമയത്ത് അപ്പോൾ ഇൻഷുറൻസ് സംരക്ഷണം ഇപ്പം നിലവിലുണ്ടെങ്കിലും ഇന്നത് നിങ്ങൾക്കറിയാം, സാധനങ്ങളുടെ വില കൂടി. അപ്പോൾ നമുക്ക് നിലവിലുള്ള ഇൻഷുറൻസ് മതിയല്ലോ. അപ്പം നമ്മൾ എന്താക്കാം, നമുക്ക് നിലവിലുള്ള ഇൻഷുറൻസ് കൂട്ടുക. പക്ഷേ ശരിയാണ്, കൂട്ടണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ പോക്കറ്റിനെ വലുപ്പം ചിലപ്പോൾ നമ്മൾ അനുവദിക്കും. പക്ഷെ എന്നാലും ഒരു ഏജൻസിനോട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരുപാട് പോളിസീസുകളുണ്ട്. നിങ്ങൾ കുറഞ്ഞ പോളിസി, നിങ്ങളുടെ പോക്കറ്റിന് അനുയോജ്യമായിട്ട് ഒരുപാട് ഇൻഷുറൻസ് സംരക്ഷണം കിട്ടുന്ന ഒരുപാട് പോളിസീസുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഷുറൻസ് സംരക്ഷണം വർദ്ധിപ്പിക്കണം എന്നതിന് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത്, എന്നെപ്പോലുള്ള ഏജൻസി വന്നാൽ ഒന്ന് കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. അപ്പം എനിക്കിത്ര ഇപ്പം ഇതിന് അടുത്ത് പുതിയങ്ങാടിയുള്ളൊരു കേസ്, പുതിയങ്ങാടിയുള്ള ഒരു കേസും ഇപ്പോൾ ഞാൻ അടുത്ത് ഒരു 15 ലക്ഷത്തോളം ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ മുമ്പ് വേങ്ങേരി നമ്മളൊരു 1.5 ലക്ഷം സെറ്റ് ചെയ്ത് ഒരുപാട് കേസ്. ഞാൻ മാത്രമല്ല, ഇഷ്ടം പോലെ ഇത് ഞാൻ എൻ്റെ പേഴ്സണലി അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു നോക്കും. അപ്പം ജസ്റ്റ് ഒന്നിലും നിങ്ങൾ ഇൻഷുറൻസ് സംരക്ഷണം
വർദ്ധിപ്പിക്കുക ആണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എൻ്റെ നമ്പർ 9746529296. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഇതിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പോളിസി നമ്പർ അയച്ചു തന്നാൽ ഞാനതിൻ്റെ ജസ്റ്റ് നോക്കിയിട്ട് എന്നെ നേരിട്ട് അറിയുന്നവർക്കും ജസ്റ്റ് ഇത് തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കാം. അപ്പം ഏതായാലും എല്ലാവർക്കും ഒരു മറ്റൊരു വിഷയമായി കാണുന്നവരെ നമസ്കാരം.